ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പെരുന്നയും കണിച്ചുകുളങ്ങരയും ചെന്നിത്തലയ്ക്കൊപ്പമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. താക്കോൽ സ്ഥാനത്തിൽ തെറ്റിയ NSS നീണ്ട 11 വർഷങ്ങൾക്കിപ്പുറം ചെന്നിത്തലയെ ചേർത്തുപിടിക്കുന്നതിന് പിന്നിൽ എന്താണ്? പെരുന്നയിലെത്തി വഴങ്ങാത്ത VD സതീശനെ വെട്ടാൻ തരൂരിനേക്കാൾ നല്ലത് ചെന്നിത്തലയാണെന്ന് നീട്ടിയെറിഞ്ഞതാണോ സുകുമാരൻ നായർ? മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷകനാവുന്ന ചെന്നിത്തലയെ ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി. സെക്യുലർ ക്രെഡൻഷ്യൽസ് തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയായി താക്കോൽ സ്ഥാനാവശ്യത്തെ കണ്ടിരുന്ന ചെന്നിത്തല നിലപാട് മാറ്റുകയാണ്. VD സതീശൻ എന്ന പേര് വെട്ടാൻ NSSഉം SNDP യോഗവും ഒരുമിച്ച് നീങ്ങുകയാണ്. സമുദായ സംഘടനകളുടെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വഴങ്ങും. ചോദ്യമിതാണ്, വരവറിയിച്ചു. ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനായി എന്നിവരാണ്. ജോർജിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം അതാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇപ്പോഴത്തെ പ്രതികരണങ്ങളും കണ്ടു. മന്നം ജയന്തി, രമേശ് ചെന്നിത്തല എന്നുള്ള എന്താണെങ്കിലും എന്ന ചോദ്യം അത്ര ബേഷായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രമേശ് ചെന്നിത്തല അതായത് പിണറായി വിജയൻ രണ്ടാം ഭരണം തുടർച്ച നേടിയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്നതാണ്. മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ UDFനെതിരെ നീങ്ങി. ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പെട്ടെന്നാണ് അതിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടത്, പരാജയപ്പെട്ടു. അതിനുശേഷം പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ അധികാരത്തിലേറ്റു. രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരമേറ്റപ്പോഴത്തേക്ക് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യാതെയായി. അതോർക്കണം. അതുകൊണ്ട് വരവറിയിച്ചത് നേരത്തെ തന്നെയാണ്. രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 2021 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഇങ്ങനെ തിളങ്ങി ശോഭിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഞാൻ ഈ സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സ്മൃതി, അതോർക്കണം. ഞാൻ മിനി മത്സരത്തിനില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞില്ല. അതേസമയം പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരികയും ചെയ്തു. സാധാരണഗതിക്ക് രാഷ്ട്രീയ ഗതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത്. അതിനുവേണ്ടിയുള്ള ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു VD സതീശൻ. അതിനുവേണ്ടി കൃത്യമായ അജണ്ട അദ്ദേഹം ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ അദ്ദേഹം തെളിയിച്ചു വിജയം തൻ്റെ കൂടെയാണ്. തനിക്ക് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനാവുമെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. പക്ഷേ VD സതീശനെ വെട്ടി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് ഇപ്പോൾ സ്പഷ്ടമായിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ അറിയാം. ഇപ്പോഴദ്ദേഹം രണ്ട് സമുദായ നേതാക്കളെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായ NSS നേതൃത്വത്തെയും SNDP യോഗം നേതൃത്വത്തെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും അവർ രണ്ടുപേരും പിന്തുണ അറിയിക്കുന്നതോടുകൂടി രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമം നടത്തും എന്നുള്ളതിന് സംശയമില്ല എന്ന് ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം സജീവമായിരുന്നില്ല എന്ന് നമുക്കറിയാം. നേരത്തെ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവിടെ പരാജയമാണ് സംഭവിച്ചത് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നു. നേരെ മറിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നല്ല നിലയിൽ പെർഫോം ചെയ്തോ എന്നുള്ള ഒരു വിശകലനം അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജറായി അദ്ദേഹത്തെ AICCയും കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചുമതല അദ്ദേഹത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിൽ ഗംഭീരമായി വിജയിക്കുന്നതും കണ്ടു, ചേലക്കരയെ ഒഴിച്ച്. അപ്പോൾ അതുകൂടി വിലയിരുത്തുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അവിടെ നിൽക്കുന്നു. താങ്കൾ പറഞ്ഞ ചരിത്രത്തിലെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷേ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം, അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ മാനേജ് ചെയ്തത്, അപ്പുറത്ത് മഹാരാഷ്ട്രയിലെ പരാജയം, രണ്ടും തമ്മിലെ താരതമ്യം AICC നടത്തുമോ? അതായത് സ്മൃതി, VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്താം? ഹൈക്കമാൻഡ് നോക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു നേതാവ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്തൊക്കെയാണ് വിലയിരുത്തൽ നടത്താൻ
സ്വീകരിക്കുന്ന ഘടകങ്ങൾ, പരിഗണിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം. ഒരു നേതാവ് എങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ, തൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുമ്പ് ചരിത്രത്തിൽ കെ കരുണാകരനാണെങ്കിലും ആന്റണി ആണെങ്കിലും ഒക്കെയും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. രണ്ടാമത്, ആ നേതാവിന് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം. ഓർക്കണം, ഉമ്മൻചാണ്ടി കെ കരുണാകരനെ വീഴ്ത്തിയത് പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടി കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ആന്റണിയാണ് എന്ന് പറയാമെങ്കിലും, ആന്റണിക്ക് വേണ്ടിയാണ് എന്ന് പറയാമെങ്കിലും, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കാരണം എനിക്ക് കാരണമുണ്ട്. ഉമ്മൻചാണ്ടി തന്നെയാണ് അതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മൻചാണ്ടി ചെയ്തത് ഘടകകക്ഷികളിൽ കരുണാകരന് അനുകൂലമായ ഇക്വേഷൻസ് തകർക്കുക എന്നതായിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ നിയമസഭാ കക്ഷിയിൽ കരുണാകരനോടൊപ്പമുള്ള ചില എംഎൽഎമാരെ കൂടെ ഇങ്ങോട്ട് വലിച്ചു. ഒപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ അദ്ദേഹം ആന്റണി പക്ഷത്തേക്ക് കൊണ്ടുവന്നു. ഓർക്കണം, അതൊക്കെയാണ് കേന്ദ്രം നോക്കുന്നത്, ഹൈക്കമാൻഡ് നോക്കുന്നത്. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി.ഡി. സതീശൻ്റെ പ്രകടനം വളരെ വളരെ തൃപ്തികരമാണ്, സംശയമൊന്നുമില്ല. നല്ല ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് നിയമസഭയ്ക്ക് അകത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പുറത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളരെ നല്ല നിലയിൽ വിജയിപ്പിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളിലും ഹൈക്കമാൻഡ് നോക്കുന്ന ഘടകങ്ങൾ എന്ന നിലയ്ക്ക് വി.ഡി. സതീശൻ വിജയിച്ചിരിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെ രമേശ്, പിന്നെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് UDF വിജയിക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ വരാൻ കഴിയും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഞാനാണ് ഇവിടെ നേതാവ്, ഞാനാണ് അർഹൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു. അതെങ്ങനെ വരും? ഭരണം തന്നെ ആയി കിട്ടുമോ എന്നുള്ളത് പ്രശ്നമാണ്. 2021 എന്താണ് ഫലം, എന്തായിരുന്നു ഫലമെന്ന് നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഓർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സരിനുമായി ബന്ധപ്പെട്ട് സരിൻ നല്ല ചെറുപ്പക്കാരനെന്ന് പറയുന്നു. പിന്നീട് ചേലക്കരയിൽ സുധീറുമായി ബന്ധപ്പെട്ട് സുധീറിനെ അനുകൂലിച്ചുള്ള ഒരു ചെറിയ പ്രതികരണം നടത്തുന്നു. പിന്നെ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളിൽ, ഇപ്പോൾ 7-8 വാർത്താ സമ്മേളനങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിക്കെതിരെ തുടർച്ചയായി ഇന്ന് പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. ഇന്ന് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റ് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ കൂടിയുള്ള വാർത്താ സമ്മേളനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തരത്തിൽ ഇവിടെ സജീവമായി കൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല, കെ സുധാകരൻ നന്നായി പ്രവർത്തിക്കുന്നു, കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയെ നടക്കാത്ത സമയത്താണ് അദ്ദേഹം തന്നെ അത് എടുത്തു പറഞ്ഞത്. ഒടുവിൽ KC-യുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. മുതിർന്ന നേതാവായാലും ചെറിയ നേതാവായാലും പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് KC പറയുന്നതിലേക്ക് എത്തി. അപ്പോൾ എന്താണ് രമേശ് ചെന്നിത്തല ഇപ്പോഴേ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഉണ്ടല്ലോ ഒരു കൊല്ലം അങ്ങോട്ട്, ഇപ്പോഴേ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ തുടങ്ങുമ്പോൾ വി.ഡി. സതീശൻ എന്ന ഒറ്റ പേരിനെ വെട്ടാൻ SNDP യോഗവും NSSും ഒരുമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ 2 കൂട്ടരും പരിപാടികൾക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ കൗതുകം അതിൽ ഈ വി.ഡി. സതീശനെ ക്രിസ്ത്യൻ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള, മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത മാതൃഭൂമി പത്രത്തിൽ മിനിഞ്ഞാന്ന് വരുന്നു. ആ വാർത്ത വരുന്ന അനീഷ് ജേക്കബിൻ്റെ വാർത്തയാണ്. ആ വാർത്ത വരുന്ന ദിവസമാണ് NSSൻ്റെ സ്വീകരണം, അല്ലെങ്കിൽ NSS പരിപാടിക്ക് ക്ഷണിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് യാദൃശ്ചികമാണോ? ശ്രുതി, ഇതൊന്നും യാദൃച്ഛിക അല്ല എന്നുള്ളതാണ് വസ്തുത, യഥാർത്ഥ വസ്തുത. ഇതൊക്കെയും ഒരു നീണ്ട ഒരു ലോങ് ടൈം പ്ലാനിങ്ങിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. രമേശ് ചെന്നിത്തല വരവറിയിച്ചോ എന്ന ചോദ്യത്തിന് ആ ഒരു തലക്കെട്ട്, രമേശ് ചെന്നിത്തല പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വരവറിയിച്ചോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിന് അർഹതയില്ലെന്നോ അദ്ദേഹം അതിന് അനുയോജ്യനല്ലെന്നോ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം 2021 പതിവ് പോലെ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഭരണമാറ്റമാണല്ലോ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭരണമാറ്റം LDF-ന്റെ 1ാം പിണറായി സർക്കാരിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് UDF-ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ
രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി ആകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന പല ഘടകങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാള് മുഖ്യമന്ത്രി ആകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുവരെയുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു? അതുവരെ കോൺഗ്രസിനെ കുറിച്ച് അല്ലെങ്കിൽ UDF കുറിച്ചുള്ള ഒരു പ്രധാന ആരോപണം കുഞ്ഞുമാണി, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി. അപ്പൊ ഇങ്ങനെ ഈ കൂത്രയങ്ങളെ കുറിച്ചുള്ള ആ ഒരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF അതൊന്ന് മാറ്റിയിട്ട് ഒരു ഭൂരിപക്ഷ സമുദായം അങ്ങ് മുഖ്യമന്ത്രി ആകേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു. ആ പ്രതിച്ഛായ ഒന്ന് മാറ്റിയിട്ട് എല്ലാവരുടെയുമാണ് UDF എന്ന് സ്ഥാപിക്കാൻ അങ്ങനെ ഒരു മാറ്റം ആവശ്യമായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യുകയും ചെയ്തു. ഒരുപാട് ആരോപണങ്ങൾ, സ്പ്രിംഗ്ലർ വിവാദം തൊട്ട് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച വിവാദം, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, ഒരുപാട് വിഷയങ്ങൾ. അതിൽ പലതിലും സർക്കാരിന് വലിയ പ്രതിരോധം വേണ്ടി വന്നു. ചില കാര്യങ്ങളിൽ പിന്നോട്ട് പോകേണ്ടി വന്നു. പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകർക്കും കഴിയാത്ത രീതിയിൽ എക്സ്ക്ലൂസീവ്സ്, ചിലതൊക്കെ സ്കൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, ആ രീതിയിലുള്ള വലിയ സ്റ്റോറികൾ, വലിയ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വെക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു കോവിഡ് കാലഘട്ടം മാത്രമല്ല, കേരള സർക്കാരിന്റെ കിറ്റ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ UDF പ്രതീക്ഷിച്ചതുപോലെ ഒരു വോട്ടിംഗ് അല്ല നടന്നത്. അന്ന് UDF ഭൂരിപക്ഷം കിട്ടിയില്ല. മാത്രമല്ല, ദാരുണമായൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. സത്യത്തിൽ അത് രമേശ് ചെന്നിത്തലയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. അതാണ് സത്യവും. അദ്ദേഹത്തിന്റെ കുറ്റമല്ല. പക്ഷെ ചില രാഷ്ട്രീയത്തിൽ ചില സമയങ്ങളുണ്ട്, ചില ഭാഗ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായില്ല. മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു അടിയാണ് അദ്ദേഹത്തിനേറ്റത്. ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഒരു പുതിയ പാക്കേജുമായിട്ട് ഹൈക്കമാൻഡ് രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. KPCC പ്രസിഡന്റിനെയും മാറ്റുന്നു. ആ സ്ഥാനത്തേക്ക് K സുധാകരനെയും അതുപോലെ തന്നെ VD സതീശനെയും കൊണ്ടുവരുന്നു. പക്ഷേ കുറെ കൂടി ഡീസന്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് രമേശ് ചെന്നിത്തല അർഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു സൂചനയും നൽകാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മാറുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിനോട് ഒരു മാന്യമായ സമീപനമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ഉണ്ടായത് എന്നതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രശ്നമുള്ളത്, രമേശ് ചെന്നിത്തല ഇങ്ങനെയൊക്കെ പരാതി പറയുമ്പോഴും പരിഭവം പറയുമ്പോഴും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ഒരാളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ MLA ആയാൾ, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ ആൾ, KPCC പ്രസിഡന്റായ ആൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ആൾ, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ ആൾ, അതിനു മുമ്പ് വേറെ പല വകുപ്പുകളും പോർട്ട്ഫോളിയോസ് എടുത്തയാൾ, ഒരു പലവട്ട MP ആയ ആൾ. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ആകാൻ കഴിയാതെ പോയത് ഒരേ ഒരു കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനമാണ്. അദ്ദേഹത്തിന് 2013 അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിയതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് ആ പുത്തരിക്കണ്ടം മൈതാനത്ത് NSSന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്, അതായത് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് UDF അനുഭവിച്ചറിയും. അത്രയും ശക്തമായിട്ട് സുകുമാരൻ നായർ എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അതിന്റെ അപകടം ചെന്നിത്തല കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം ധീരമായൊരു സമീപനം എടുത്തു. ഉള്ളിൽ ആ ചിന്ത ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുറത്ത് അദ്ദേഹം എടുത്തത് അതിധീരമായൊരു നിലപാടാണ്. നടപാടായിരിക്കണമല്ലോ. തന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് തകർക്കുന്ന രീതിയിലുള്ള ഗൂഢാലോചന എന്ന വാചകമാണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഇത്രയും വർഷം ഇരുകൂട്ടരും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതിലൊരു നാടകം ഇല്ലല്ലോ. ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അദ്ദേഹം തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു, വളരെ ശക്തമായി പറഞ്ഞു, ഞാനൊരു നായര് മാത്രമല്ല, ഞാനൊരു ഈഴവനല്ല, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാൻ ഇതൊന്നുമല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു മതേതര വിശ്വാസിയാണ്. അങ്ങനെ പറഞ്ഞ രമേശ് ചെന്നിത്തല ഇന്ന് ഇരുകൂട്ടരും തന്നെ സ്വീകരിക്കുന്നതും തന്നെ ചേർത്ത് പിടിക്കുന്നതും ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പിന്തുണയാണ് ഇനി സാധ്യതയുണ്ടാക്കുക എന്ന വിലയിരുത്തലിലേക്ക് ചെന്നിത്തല എത്തുന്നു എന്ന് അറിയേണ്ടത്. നിശ്ചയിക്കാൻ സമുദായ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കോൺഗ്രസിന് അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുള്ള ശീലമുണ്ടോ? ഇപ്പോൾ ചെന്നിത്തലയുടെ പേര് NSSഉം അതോടൊപ്പം തന്നെ SNDP യോഗവും ഒരുമിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക?
സ്മൃതി, ഒന്നാമത്തെ കാര്യം NSS SNDPയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. NSS വെള്ളാപ്പള്ളി പറഞ്ഞു കേട്ടോ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല പറയാം ഞാൻ പറയാം. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പിണക്കം ഞാൻ ചരിത്രം പറയുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ ഈ പിണക്കം തീർക്കാനായിട്ട് ശ്രമം നടത്തി. ആ ശ്രമത്തിന്റെ വലിയ വിജയമാണ് ഇപ്പോൾ ഉള്ള ഈ ക്ഷണത്തിന്റെ ഭാഗം. ആരാണ് മുൻകൈ എടുത്തത്? രമേശ് ചെന്നിത്തലയും സുകുമാരൻ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് മുൻകൈ എടുത്തത്? ശ്രീകുമാർ. അല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം NSSുമായി ബന്ധപ്പെട്ടവരാണ്, തീർച്ചയായിട്ടും NSSുമായി ബന്ധപ്പെട്ടവരാണ്, സുഹൃത്തുക്കളാണ്. അല്ലാണ്ട് അതിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സമുദായ ചിന്തയൊന്നുമില്ല. ആ ഒരു പിണക്കം തീർക്കണം അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ കണ്ടു, അങ്ങനെയാണ് അത് ഒരു തീരുമാനമായത്. അതിൽ ആ സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഈ ചർച്ചയിൽ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ 6 മാസം മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാൻ വന്നിരുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് ശശി തരൂരാ മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത്. കാരണം അന്ന് NSS ശശി തരൂരിനെ പുകഴ്ത്തിയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി, ഈ രണ്ടുപേരെ ഒഴിവാക്കി. ഇപ്പൊ ചെന്നിത്തലയാണ്. നോക്കൂ സ്മൃതി, 1.5 വർഷം കിടപ്പുണ്ട് ഈ ഇലക്ഷൻ നടത്താനായിട്ട്. 1.5 വർഷത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്തൊക്കെ മാറ്റി മറിക്കപ്പെടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. NSSന്റെ സതീശനോടുള്ള വിരോധം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതായത് NSSന്റെ സതീശനോട് NSSന് പിണക്കമെന്ന് നിങ്ങൾ പറയുന്നത് തീർക്കാനൊക്കെ ഇതുപോലെ സുഹൃത്തുക്കൾ ഇറങ്ങിയാൽ മതി. കോൺഗ്രസിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. എന്താണ് രാഷ്ട്രീയം എന്ന് വെച്ചാല് NSSന്റെ ഒരു മതേതര സ്വഭാവമുണ്ട്. ഞാൻ സംശയമില്ലല്ലോ മതേതര സ്വഭാവത്തെ കുറിച്ച്. അത് ഞാൻ പറയുന്നില്ല. ഞാനത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് തോമസ് അദ്ദേഹം പറഞ്ഞ എന്താ അറിയാവോ? വർഗീയതയെ പടിയടച്ച് പുറത്താക്കിയ നേതാവാണ് സുകുമാരൻ നായർ. അതിലും കൂടുതൽ വിശേഷണമൊന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു CPM നേതാവ് പറഞ്ഞ ഒരു മതേതര പാർട്ടിയാണ് NSS. ആ NSSൽ നിന്നും NSSനെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇതെങ്ങോട്ടാണ് ഇവരുടെ ചിന്ത? BJPക്കൊപ്പമാണോ, അതോ കോൺഗ്രസിനൊപ്പമാണോ, അതോ CPMനൊപ്പമാണോ? ഈ സമദൂരം പറഞ്ഞിട്ട് ആ രീതിയിലൊരു മാറ്റം വരുന്നില്ലല്ലോ, ചില സ്ഥലത്ത് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്ത വന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടെയാണ് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു സൂചനയാണിത്. സംശയം വേണ്ട. കാരണം NSSന്റെ ചരിത്രം പരിശോധിച്ചാൽ മന്നത്ത് പത്മനാഭൻ എന്ന കോൺഗ്രസ്സുകാരൻ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ NSS രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് കരുണാകരന്റെ താല്പര്യപ്രകാരമാണല്ലോ. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ, ഞാൻ അവസാനത്തെ മാത്രം ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മോഹൻകുമാറിന് പരസ്യ പിന്തുണ കൊടുത്ത NSSന്റെ നീക്കം. അതിനുശേഷം സമുദ്രമാണെങ്കിലും ആ സമുദ്രത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അങ്ങനെ NSSന്റെ ഈ താല്പര്യം, അതായത് അത് UDFനൊപ്പമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPയിലേക്ക് NSSന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ BJPയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ NSSന്റെ താല്പര്യം ഇപ്പുറത്താണ് എന്ന് കാണിക്കേണ്ട ഒരു ബാധ്യത ജനറൽ സെക്രട്ടറിക്കുണ്ട്. കാരണം NSS എന്ന ആ പ്രസ്ഥാനത്തിന്റെ മതേതര മുഖം എന്ന് പറയുമ്പോൾ വർഗീയ പ്രസ്ഥാനം അല്ലല്ലോ NSS. BJPക്കും RSSനും എതിരെ NSS പറഞ്ഞ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ താല്പര്യം UDFലെ കോൺഗ്രസിനോടാണെന്ന് വ്യക്തമാക്കും. ശരി, BJPയെ അകറ്റി നിർത്തുന്നു എന്നതിനപ്പുറം NSS അങ്ങനെ ഒരു മതേതര മുഖം എല്ലാ തവണയും കാണിക്കുന്നു എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാമോ ശ്രീകുമാർ? ഈ 5ാം മന്ത്രി സ്ഥാനത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പരസ്യമായ പ്രതികരണം നമ്മൾ ഭൂരിപക്ഷം അവിടെ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. സംഘടനാപരമായ താല്പര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ മന്നത്ത് പത്മനാഭനല്ലേ വിമോചന സമരം നയിച്ചിട്ട് കേരള കോൺഗ്രസ് ജന്മം കൊണ്ടപ്പോൾ അതിനെ സഹായിച്ചത്. അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പൊ കിടങ്ങൂർ ഗോപാലകൃഷ്ണ ഉള്ള സിംഗപ്പൂർ ഹൈക്കമ്മീഷൻ ആയത് എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനെ ഭരിക്കുന്ന കാലത്തല്ലേ? അതൊക്കെ പോട്ടെ. SNDPയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. SNDPയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ KPCC പ്രസിഡന്റ് ആയിരുന്ന KK വിശ്വനാഥൻ? SNDPയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ കോൺഗ്രസിന്റെ നാട്ടികയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ KK രാഹുലൻ? ഇതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ NSSും SNDPയും ഒക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനിടയ്ക്കാണ് സ്മൃതി ഒരു ചോദ്യം ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ.
ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് വേറെ സുഹൃത്ത് ഒരു ചാനലിൽ പറഞ്ഞു കേട്ടതാണ്, വൈക്കത്തെ ആ ഒരു പദയാത്ര SNDP ആണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. എനിക്കറിയില്ലത് SNDP ആണോ ഇല്ലെന്നുള്ളത്. എന്തായാലും SNDP നിഷേധിക്കാത്രത്തോളം കാലം ആണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് വെള്ളാപ്പള്ളിയാണ്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അതിനുശേഷം വന്നിട്ടുണ്ട്. VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും യോഗ്യൻ ചെന്നിത്തലയാണല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ വാചകങ്ങൾ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാവാണ് ചെന്നിത്തല. SNDPയും രമേശും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധം. NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രതികരണം. അല്ല, ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളിക്ക് VD സതീശനോടുള്ള വിദ്വേഷം, രാഷ്ട്രീയ വിദ്വേഷം നമുക്ക് അറിയുന്ന കാര്യമല്ലേ. NSSനോ? വെള്ളാപ്പള്ളിയെ കിട്ടിയ അവസരത്തിൽ NSS ആ ക്ഷണം കിട്ടിയ അവസരത്തിൽ NSSന് ഇല്ലല്ലോ. NSSന് ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പൊ ക്ഷണിക്കില്ലല്ലോ. നാളെ VD സതീശനെ ക്ഷണിക്കുമല്ലോ. എന്താ സംശയം? ശശി തരൂരിന്റെ കാലത്തോട്ട് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇതൊന്നും ചർച്ച ചെയ്യാം. പക്ഷെ അതേ പറഞ്ഞ 1.5 വർഷമുണ്ട്. VD സതീശൻ എന്താ ഒരു തെറ്റും ചെയ്തിട്ടില്ല. VD സതീശന് എതിര് പറഞ്ഞിട്ടില്ല. VD സതീശൻ ഈ വേറെ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കൂ, NSSനോടും സമുദായ സംഘടനകളോടും കോൺഗ്രസ് എതിർത്ത് പറയാറില്ല. കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം എല്ലാ കാലത്തും പറയും. ഇപ്പൊ സമുദായ സംഘടനകളുടെ പടിവാതിൽക്കൽ പോയി നിൽക്കില്ല എന്നുള്ളത് പരസ്യ നിലപാടാണ് VD സതീശന്റേത്. ആ നിലപാട് NSSനെ നേരത്തെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. അത് പലതവണ അതിന്റെ സൂചനകൾ നേരത്തെ ലഭിച്ചിട്ടുമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെന്നിത്തല സ്വീകാരനാവുകയും അപ്പുറത്ത് VD സതീശൻ അസ്വീകാരനാവുകയും ചെയ്യുമ്പോഴാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന സംശയം ഉയരുന്നത്. ശ്രീകുമാർ, നമ്മളിത് ചർച്ച ചെയ്യുന്ന പോലും അതുകൊണ്ടാണല്ലോ. അല്ല, അത് ഞാൻ അതാ പറഞ്ഞേ, ചർച്ച ചെയ്തോളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് NSS കൂടുതൽ താല്പര്യം കാണിക്കുന്നത് VD സതീശനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാനാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. കാരണം മുഖ്യമന്ത്രി ആകാൻ രമേശും VD സതീശനും ഒക്കെ യോഗ്യന്മാരാണല്ലോ. അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ തീരുമാനിക്കുക. കഴിഞ്ഞ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞു കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ആയില്ലല്ലോ ഒരു ഘട്ടത്തില്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കോൺഗ്രസിന്റെ ഇപ്പൊ NSSന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ആകുമായിരുന്നല്ലോ. NSSന്റെ താല്പര്യമായിരുന്നു. അവിടെ MLA-മാരല്ലേ തീരുമാനിച്ച സതീശൻ വരട്ടെന്ന്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ സ്മൃതി നമ്മൾ അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളതൊക്കെ 1.5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് ഈ രണ്ട് സമുദായ സംഘടനകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു സന്ദേശം കൂടി ആയിട്ട് കണക്കാക്കാം. 2-3 കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, സമുദായ സംഘടനകളുമായുള്ള നല്ല ബന്ധം കോൺഗ്രസിന് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏത് നേതാവിനാണ് ഏറ്റവും നല്ല ബന്ധം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നുണ്ട്. ഇപ്പോൾ NSSും SNDP യോഗം നിലപാട് വ്യക്തമാക്കുന്നു. മറിച്ച് അപ്പുറത്ത് VD സതീശൻ നേരത്തെ പാണക്കാട് സ്ഥിരമായി വരുന്നില്ല, പണ്ട് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് വരുന്നത് പോലെ പാണക്കാട്ടേക്ക് വരുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗിന് ഉണ്ടായിരുന്ന ആ പിണക്കം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മുസ്ലിം സംഘടനാ നേതാക്കളുമായൊക്കെ അദ്ദേഹം പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ സമയത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ക്രിസ്ത്യൻ വിഭാഗവുമായി വിവിധ വിഭാഗങ്ങളുമായി നല്ല ബന്ധം, അവർ അവരുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ മാരാമൺ കൺവെൻഷനിലും അദ്ദേഹം ക്ഷണിതാവായിരിക്കുന്നു. അതങ്ങനെ ഒരു പതിവില്ലാത്ത ഒരു രീതിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു ഏറ്റുമുട്ടൽ, ആരാണ് കൂടുതൽ ഇവർക്ക് സ്വീകാര്യൻ എന്ന രൂപത്തിലേക്കാണോ കോൺഗ്രസ് ചർച്ചകൾ പോവുക? അല്ല, അത് ഈ സാമുദായിക നേതാക്കൾക്ക് എന്തായാലും കോൺഗ്രസിന്റെ MLA-മാരുടെ തലയെണ്ണി അല്ലെങ്കിൽ വലിയൊരു സ്റ്റേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സേവോ കോൺഗ്രസിന് ഇവിടെ. അയ്യോ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഓഡിയോ ചെറിയ പ്രശ്നമുണ്ടല്ലോ. ശരി, ഞാൻ ശ്രീ പൊടിപാറയിലേക്ക് കൂടി പോകുന്നു. ശ്രീ പൊടിപാറ, ഇതിപ്പോൾ ഞാൻ അതാണ് ചോദിച്ചത്, ഈ മത്സരമാണോ നടക്കുക, ആർക്ക് കൂടുതൽ സ്വീകാര്യൻ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ പിന്തുണ എന്ന രൂപത്തിലേക്കാണോ കോൺഗ്രസ് വിലയിരുത്തുക? സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, ഈ 10 വർഷമായിട്ടുള്ള അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒഴിവാക്കി അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രധാനം. അതിൽ രമേശ് ചെന്നിത്തലയാണോ അല്ലെങ്കിൽ അതിന് യോഗ്യൻ,
അതോ വി.ഡി. സതീശനാണോ യോഗ്യൻ, ഇനി വേറെ വല്ലവരും ആണോ യോഗ്യൻ എന്നുള്ള ചോദ്യമൊക്കെ അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ രണ്ടുപേരുടെയും ക്രെഡൻഷ്യൽസ് ഒന്ന് പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങളിൽ ഒരു പാൻ കേരള പ്രതിച്ഛായയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല കുറച്ച് മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരായിട്ട് ബന്ധമുണ്ട്, പേരെടുത്ത് വിളിക്കാനുള്ള പരിചയമുണ്ട്, നേതാക്കളുമായിട്ട് അടുത്ത സൗഹൃദങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഓരോ ജില്ലയിലെയും ഓരോ നിയോജകമണ്ഡലത്തിന്റെയും പൾസുകൾ അറിയാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ പാൻ കേരള പ്രതിച്ഛായ കുറവാണ്. പക്ഷെ മറ്റു പല കാര്യങ്ങളിലും റിസൾട്ടാണ് കൂടുതൽ പരിഗണനയെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി മാർക്ക് കൂടുതലുണ്ട്. ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു, അദ്ദേഹം മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ നിയമസഭയിലെ പെർഫോമൻസ് എടുത്താൽ, അതായത് ഭരണപക്ഷത്തിന്റെ മർമ്മം പിളർക്കുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അവരെ നിർത്തിപ്പൊരിക്കാനും, അങ്ങനെ നിയമസഭയിൽ പല ഘട്ടങ്ങളിലും ട്രഷറി ബെഞ്ചിനേക്കാൾ മേൽക്കോയ്മ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ജയിച്ചു, അതൊരു പ്രതിപക്ഷം തന്നെയാണ് വിജയിച്ചത് എന്ന തോന്നലുണ്ടാക്കാനും, അതുപോലെ കൂടെയുള്ള ആയുധത്തെ കൂടുതൽ ഫലപ്രദമായി മൂർച്ചയോടുകൂടി ഉപയോഗിക്കാനും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയേക്കാൾ, ഞാനൊന്ന് നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്, രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ കഴിവ് വി.ഡി. സതീശനാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയോ. അതുപോലെ ഇലക്ഷൻ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഇതിനു മുമ്പും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിലൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി എന്താ പറയുക, ശാസ്ത്രീയമായി ഒരു തെരഞ്ഞെടുപ്പ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഈ സാക്ഷാൽ ഉമ്മൻചാണ്ടിയേക്കാളും രമേശ് ചെന്നിത്തലയേക്കാളും മികവ് കാണിക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ കേരളം അംഗീകരിച്ചേ പറ്റൂ. അത് പുതുപ്പള്ളിയിലെ സിറ്റിംഗ് സീറ്റായിരുന്നു എന്നുള്ളത് സത്യം. അതുപോലെ ഈ പറഞ്ഞ എറണാകുളത്ത് തൃക്കാക്കരയിലും അതുപോലെ പാലക്കാടും സിറ്റിംഗ് സീറ്റായിരുന്നു. പക്ഷെ എങ്കിലും അവിടെയെല്ലാം അദ്ദേഹം മുന്നോട്ട് വച്ച, അതായത് ഭരണപക്ഷം സകല ശേഷിയും ഉപയോഗിച്ച് സകല ആരോപണങ്ങളും മുന്നോട്ട് വെച്ച ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭവശേഷിയും ആയുധങ്ങളും വിനിയോഗിച്ചപ്പോഴും അതിനെ മറികടന്ന് കൃത്യമായ രീതിയിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്ന ആരോപണം വരെ പ്രതിപക്ഷ നേതാവ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ വി.ഡി. സതീശൻ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തെക്കാൾ മുമ്പിലാണ്. മാത്രമല്ല, ഇപ്പൊ സ്വീകാര്യതയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. ഈ സ്വീകാര്യതയുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇപ്പൊ രമേശ് ചെന്നിത്തലയെ NSS ഇത് ക്ഷണിക്കുന്നു. ഇപ്പോ SNDP പറയുന്നു, SNDPയുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അദ്ദേഹമാണ് പരമയോഗ്യൻ മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ യോഗ്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് യോഗ്യതയാ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? കാരണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ UDF-നൊപ്പം നിന്നിട്ടുള്ളത്? ഏത് നേതാവ് ജയിക്കണമെന്നാണ്? വി.ഡി. സതീശൻ ജയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടോ? VM സുധീരൻ ജയിക്കണമെന്ന് ചെന്നിത്തലയ്ക്ക് ദോഷമാണോ ഗുണമാണോ ചെയ്യുക എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഞാനത് ആ ചോദ്യം തരികയാണ്. ഞാൻ അതിനു മുമ്പ് ഞാൻ ഒന്ന് ആനന്ദ് കൊച്ചൂടിയിലേക്ക് പോകുന്നു. ആനന്ദ് കൊച്ചൂടി, താങ്കൾ നേരത്തെ പറഞ്ഞത് തുടരാം. അല്ല, ഞാൻ പറയുന്നത് ഈ സാമുദായിക നേതാക്കൾക്ക് എന്തായാലും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അത്ര ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇതിൽ പല ഘടകങ്ങൾ പ്രവർത്തിക്കും. ഒന്ന്, ആർക്കൊക്കെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ 2021 തന്നെ എ ഗ്രൂപ്പ് കുറേ ആൾക്കാർ തോറ്റതിനെ അന്ന് എ ഗ്രൂപ്പിലെ ചില നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയെ കുറ്റം പറയുന്ന കാര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ആർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നു, ആരുടെ ആൾക്കാർ. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ MLA-മാരുടെ എണ്ണത്തിലൊന്നും ഇപ്പോഴും സതീശന് ആധിപത്യം കിട്ടിയിട്ടില്ല. അന്ന് ഹൈക്കമാൻഡിൻ്റെ കുറേ ആൾക്കാർ സതീശനെ പിന്തുണച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തലയെണ്ണി നോക്കിയാൽ ഇവിടെ എറണാകുളത്ത് 3 MLA-മാരുണ്ട്. TJ വിനോദുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, അൻവർ സാദത്തുണ്ട്. ഇവർ 3 പേരും ഇപ്പോഴും ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ സതീശൻ്റെ കൂടെ അല്ല. സതീശൻ്റെ കൂടെ ഉള്ള ഒരാൾ റോജി M. ജോണാണ്. മറ്റേ ആൾ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കുറച്ച് എങ്കിലും ഉള്ള ആളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അല്ലാതെ ബാക്കി കുറേ എ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ, ഷാഫി പറമ്പിലും ഒക്കെ പോലെയുള്ള ആൾക്കാരിങ്ങനെ സതീശൻ്റെ കൂടെ നിൽക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ പലരും വേണുഗോപാലിൻ്റെയും സതീശൻ്റെയും കൂടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ശക്തി നോക്കിയാൽ ഇപ്പോൾ വേണുഗോപാലിനാണ്. കഴിഞ്ഞ തവണ 50 ചെറുപ്പക്കാർക്ക് ടിക്കറ്റ് കൊടുത്തതിൽ കൂടുതലും വേണുഗോപാലിൻ്റെ ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ അവർ കൂടുതലും വേണുഗോപാലിൻ്റെ ആൾക്കാരായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആദ്യം ടിക്കറ്റ്
കൊടുക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്, രണ്ടാമത് ആരൊക്കെ ജയിക്കുന്നു എന്നുള്ളത്, പിന്നെ ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം, അവസാനമായിരിക്കാം ഇങ്ങനെ സാമുദായിക നേതാക്കൾക്കൊക്കെ എന്തെങ്കിലും സേ ഉണ്ടോ എന്ന്. ഇപ്പോൾ 2011 തന്നെ VD സതീശന് മന്ത്രിസ്ഥാനം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കിട്ടിയില്ല? പലരും ഒരു തെറ്റായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NSS കയറി ഇടപെട്ടു, ശിവകുമാറിന് വേണ്ടി ഇടപെട്ടു എന്ന്. ശരിയാണ്, NSS ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ്? 2005 പന്നീൻ രവീന്ദ്രനോട് തോറ്റ ശിവകുമാറിന് രാജ്യസഭാ സീറ്റ് പ്രോമിസ് ചെയ്തിരുന്നു. അന്ന് പക്ഷേ AK ആന്റണിക്ക് പെട്ടെന്ന് കലശലായ മോഹം രാജ്യസഭയിൽ കൂടി പോയി മന്ത്രിയാകണമെന്ന്. അതുകൊണ്ട് NSS ഇടപെട്ടിട്ടാണ് ശിവകുമാറിനോട് പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ഇല്ല. അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നത് കൊണ്ടാണ് 2011 NSSും ചെന്നിത്തലയും കൂടി ശിവകുമാറിനെ മന്ത്രിയാക്കിയത്. അതിപ്പോൾ സതീശൻ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഉള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പലരും പല പകുതി കാര്യങ്ങൾ ചാനലിൽ കൂടിയും അല്ലെങ്കിൽ പുറത്ത് പറയും. പക്ഷേ ഇതിൻ്റെ ബാക്കി പകുതി എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ സതീശൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരുണ്ടാകാം, അല്ലെങ്കിൽ സതീശൻ ഇപ്പോൾ നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതുകൊണ്ടൊന്നും മാത്രം മുഖ്യമന്ത്രി ആകാനോ, അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ NSSൻ്റെ പിന്തുണയുണ്ടാകാം, അതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആകാനോ ഒന്നും പറ്റില്ല. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിന് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഈ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും കൂടി പണിയെടുത്താൽ പോലും ജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇപ്പോൾ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കുമൊക്കെ ചെന്നിത്തലയ്ക്ക് പിന്തുണയ്ക്കണം, ചെന്നിത്തലയെ പിന്തുണയ്ക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യമുണ്ടായി തുടങ്ങുന്നത്. ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസ്സിന് ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വേണം, അല്ലെങ്കിൽ ഈ വോട്ടുകളെല്ലാം BJPയിലേക്ക് ഒഴുകും. അങ്ങനെ ഒരു കാര്യത്തിൽ ചെന്നിത്തലയുടെ യൂട്ടിലിറ്റി, അതായത് ചെന്നിത്തലയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് ഉപയോഗിക്കണം, ചെന്നിത്തലയും ഉപയോഗിക്കണം. അത് NSSന് അങ്ങനെ ഒരു റോളിൽ, ആ ഒരു കാര്യത്തിൽ ചെന്നിത്തലയെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ, അതായത് കുറേ നായർ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ജേക്കബ് ജോർജ്, ഞാൻ ചോദിച്ചത് ഈ പിന്തുണ പാർട്ടിയിൽ ചെന്നിത്തലയ്ക്ക് ദോഷമാണോ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ പിന്തുണ, സമുദായങ്ങളുടെ പിന്തുണ പാർട്ടിയിൽ ദോഷമാകുന്നതിനേക്കാൾ പ്രധാനം കേരളത്തിലെ പൊതുസമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം, അതും ചരിത്രത്തിലേക്കാണ് സ്മൃതി. KSU, യൂത്ത് കോൺഗ്രസ് എന്നീ വിദ്യാർത്ഥി യുവജന സംഘടനകളെ ഇങ്ങനെ ഗ്രൂം ചെയ്തെടുത്തത് MA ജോൺ ആയിരുന്നു. എന്നാൽ പഴയകാല കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹമാണ് ആ യൂത്ത് കോൺഗ്രസ്, KSU എന്നീ സംഘടനകളുടെ രൂപവും ആത്മാവും അന്തസ്സും ഒക്കെ ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹം ക്യാമ്പുകളിൽ പഠിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നവരാവരുത് എന്നായിരുന്നു. സ്മൃതി ഓർക്കണം, അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കോൺഗ്രസിൻ്റെ തന്നെയും നേതാക്കൾ പൊതുവേ പിന്തുടർന്ന് വന്നിരുന്നത്. അങ്ങനെ KSUയുടെ നേതാവിന്റെ തിണ്ണയാൻ നിരങ്ങിയിട്ടുള്ളത്. അല്ലല്ല, ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. അദ്ദേഹം സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ അകറ്റി നിർത്തിയിരുന്നത് നമുക്കറിയാമല്ലോ. ഞാനതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനെയോ നിലപാടിനെയോ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല, ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ VD സതീശൻ വ്യക്തമായിട്ടും പരസ്യമായിട്ടും സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകാത്ത ആളാണ്. അത് പരസ്യമായിട്ട് തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അദ്ദേഹം ആളെ വിട്ടിട്ടില്ലേ? ആലപ്പുഴയിൽ BM സുധീരനെ തോൽപ്പിക്കാൻ അദ്ദേഹം സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടുണ്ട് സ്മൃതി. എന്നിട്ട് അതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ ജോർജ് വെടിപ്പാറ പറഞ്ഞത്. അദ്ദേഹം ശ്രമിച്ചാൽ ചിലപ്പം അത് തിരിച്ച് മറിച്ചായിരിക്കും ഫലം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതല്ല വിഷയം. അതൊരു വിഷയമായിട്ട് ഞാൻ കണക്കുന്നില്ല. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും സെക്കുലർ ക്രെഡൻഷ്യൽസ് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. ഒരാളും സമുദായം, കാരണം അങ്ങനെയാണ് അവരെ വളർത്തിയെടുത്തിരിക്കുന്നത്, ഗ്രൂം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ VD സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ജയിപ്പിക്കുക എന്നുള്ള അസിദ്ധാന്തം ചില സമുദായ നേതാക്കന്മാർ ഉന്നയിക്കുമ്പോൾ, അതിനുവേണ്ടി അവർ അധ്വാനിക്കുമ്പോൾ, ഓവർ ടൈം പണിയെടുക്കുമ്പോൾ
തീർച്ചയായിട്ടും സ്മൃതി കോൺഗ്രസ്സുകാർ അതിനെ എങ്ങനെ കാണും എന്നുള്ളതൊരു വിഷയമാണ്. കേരള സമൂഹം അതിനെ എങ്ങനെ കാണും എന്നുള്ളത് വിഷയമാണ്. അത് കാര്യം വേറെ. ഇപ്പം നേരത്തെ അനീഷ് ജേക്കബിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം മാരാമൺ കൺവെൻഷൻ ക്ഷണിച്ച കാര്യം ഒരു കഥ, ഒരു ഇതാണ്. മുഖ്യാതിഥി അല്ല, അവിടുത്തെ ഒരു സംസാരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകരണം. കാരണം പണ്ട് CV കുഞ്ഞിരാമനെയൊക്കെ ക്ഷണിച്ച കാര്യം അനീഷ് ജേക്കബിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. ശരിക്കും VD സതീശനെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ വേദികളിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം വളരെ വളരെ അന്തസ്സുള്ള, വളരെ ആഴത്തിൽ ഇറങ്ങി പഠിച്ച ഒരു ആളിന്റെ പി ഗോവിന്ദപിള്ള. അത് മാത്രമല്ല ശ്രീ ജേക്കബ് ജോർജ്, ഈ ഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് BJP കടന്നു കയറിയ കാലമാണ്. അങ്ങനെ കോൺഗ്രസ് വോട്ടുകൾ നഷ്ടപ്പെട്ട ഒരു കാലമാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട്. അതെ, അതിന് യാതൊരു സംശയവുമില്ല. അതിന് VD സതീശൻ യോഗ്യനാണ്. ക്രിസ്ത്യൻ വേദികളിൽ പ്രസംഗിക്കാനുള്ള അർഹതയും യോഗ്യതയും അറിവും വിജ്ഞാനവും VD സതീശനുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ക്രിസ്ത്യാനികൾക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം പറയാം. കാരണം പി ഗോവിന്ദപിള്ളയുടെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏത് ബിഷപ്പിനേക്കാൾ, ഏത് ക്രിസ്ത്യൻ വേദപണ്ഡിതനേക്കാൾ അറിവും ജ്ഞാനവുമുള്ള നേതാവായിരുന്നു പി ഗോവിന്ദപിള്ള. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്രയധികം ബൈബിളുകൾ, എത്ര ഭാഷകളിലെ ബൈബിൾ ഉണ്ടെന്നറിയാമോ പി ഗോവിന്ദപിള്ളയുടെ വീട്ടിൽ? അതേപോലെ VD സതീശന് വിജ്ഞാനമുണ്ട്, ബാക്ക്ഗ്രൗണ്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ അതും ഇതുമായിട്ടുള്ള ബന്ധമില്ല. VD സതീശനെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും എതിർക്കുന്നുണ്ടെങ്കിൽ അത് സാമുദായികമായ എതിർപ്പായിട്ട് തന്നെ ഞാൻ കണക്കാക്കും. കാരണം VD സതീശൻ നേരത്തെ MA ജോൺ പഠിപ്പിച്ചിട്ടുള്ളത് മാതിരി സമുദായ നേതാക്കളുടെ തിണ്ണ തരാൻ പോകുന്നതിനോട് യോജിച്ചിട്ടില്ല, പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോകുന്നതും മാരാമൺ കൺവെൻഷൻ പോലെയുള്ള ഒരു പൊതുവേദികളിൽ പ്രസംഗിക്കാൻ പോകുന്നതും രണ്ടും രണ്ടായിട്ട് കാണണം എന്ന് തന്നെയാണ് സ്മൃതി എൻ്റെ അഭിപ്രായം. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ ചോദിച്ചത് ഈ സമുദായ നേതാക്കളുടെ അവർ പറയുന്നത് അനുസരിച്ച് പൂർണ്ണമായും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നവരാണോ ഇവിടുത്തെ സമുദായാംഗങ്ങൾ? സ്മൃതി, ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ചർച്ചയിൽ ആ ചോദ്യത്തിനാണ് പ്രസക്തി. കാരണം ഞാൻ ഈ അവസാനം നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പും അതുപോലെ പാലക്കാട് ചേലക്കര, പാലക്കാട് 18,000 വോട്ടിന് ജയിച്ചല്ലോ കോൺഗ്രസ്. അതിന് 2 ദിവസം മുമ്പല്ലേ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പരമ്പരാഗത ചിഹ്നം മാറി വോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ വയനാട് അടക്കം ഭൂരിപക്ഷം കൂടി, പാലക്കാട് കൂടി. ഇനി അത് മാത്രമല്ല, സമുദായ നേതാക്കൾ പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യണമെന്നില്ല, സമുദായ നേതാക്കൾ പറഞ്ഞാൽ അവരുടെ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അതൊരു ഘടകമാണ് സ്മൃതി. കാരണം തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകമുണ്ടല്ലോ. അതിലൊന്നാണ് ഈ മറ്റേ ആന്റി ഗവൺമെന്റ്, അതുപോലെ തന്നെ സഹതാപ തരംഗം എന്നൊക്കെ പറയുന്ന ഒരു ഘടകമാണ് ഈ വിഷയം. പക്ഷെ ഇതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ SNDP യോഗം പ്രസിഡന്റ് എന്തുകൊണ്ടാണ് VD സതീശനെ ക്ഷണിച്ചത്? അപ്പൊ രമേശ് ചെന്നിത്തല ക്ഷണിച്ചത്. അപ്പൊ നമ്മൾ പറയും അത് സതീശനോടുള്ള വിരോധം കൊണ്ടാണ്. അതൊരു കാര്യമാണ്. പക്ഷെ വേറെന്തുണ്ട്, രാഷ്ട്രീയമുണ്ട്. കാരണം CPM അടുത്ത കാലത്തായിട്ട് SNDP യോഗത്തില് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. SNDP യോഗത്തിന്റെ പല ബ്രാഞ്ചുകളിലും പാർട്ടി ഭാരവാഹികൾ എത്തണം. കാരണം ഒരു കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ കൂടുതലുള്ള SNDP യോഗത്തിലാണെന്ന്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് SNDPയിലെ ഒരു വിഭാഗം തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BJPയോടെ അടുക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം അന്ന് അദ്ദേഹം പറഞ്ഞതാ. ഇന്നിപ്പോ എന്താണ്, SNDPയിലേക്ക് കടന്നു കയറുകയാണ് കമ്മ്യൂണിസ്റ്റുകള്. അത് വെള്ളാപ്പള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഒരു ഇത് കാണിക്കുകയാണ്. എന്ത്, ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്കും വരാം, SNDP അവർക്ക് അന്യമല്ല. അപ്പൊ നമ്മളത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമായിട്ട് കണക്കാക്കുക ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം സതീശോട് താല്പര്യം ഇല്ലെന്നൊക്കെ പറയാം. തെരഞ്ഞെടുക്കുകയാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ, അതെങ്ങനെയാ അത് കോൺഗ്രസിനെ മൊത്തം ക്ഷണിക്കലാകുന്നത്? ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു, മറ്റേ നേതാവ് കൊള്ളില്ല എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല വർക്കിംഗ് അല്ല, അത് വെള്ളാപ്പള്ളി നരേശന്റെ ചിന്തയല്ലേ? അത് വെള്ളാപ്പള്ളി നരേശന്റെ എന്ന SNDP ജനറൽ സെക്രട്ടറിയുടെ ചിന്തയാണത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നരേശൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും UDFനെ പിന്താങ്ങിട്ടില്ല. അദ്ദേഹം ഒരു BJP അനുഭാവമായി മാറി. പിന്നെ CPM വന്നപ്പോ പിണറായി ഒപ്പം നിന്നു. അതറിയാലോ, നമുക്ക് ആ കഥകൾ അറിയാലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാല്, കേരളത്തിലെ സമുദായ സംഘടനകളെ അവരുടെ ആ ഒരു ചിന്താഗതി തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച് പുലർത്തുന്നത് അവരുടേതായ നേട്ടത്തിന്, അതെല്ലാം അറിയുന്ന കാര്യമാണ്.
പക്ഷെ അത് അവർ പറഞ്ഞാൽ അതുപോലെ ജനം വോട്ട് ചെയ്യണമെന്നില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയും, ഇപ്പൊ സതീശന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 3 തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം വിജയിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, വളരെ ശരിയാണ്. അതുപോലെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത്. അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഇതാണ്. ഈ സതീശന്റെ നേതൃത്വത്തിലാണല്ലോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലും KPCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ഘടകം വരും. എന്താണ് ഘടകം? NSSന്റെ ഘടകവും SNDPയുടെ ഘടകവും. നേതാക്കളെ വ്യക്തിപരമായിട്ട് അവർ ക്ഷണിക്കാതിരിക്കുമോ എന്നുള്ള അല്ല വിഷയം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം ക്ഷണിച്ചില്ല എന്നൊരു ചോദ്യം വരികയല്ലേ? അതെന്താണ്? 1.5 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചു. അതുകൊണ്ടും ഗവൺമെന്റ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ടും സമുദായ സംഘടനകളെ ഈ ജയിക്കാൻ പോകുന്ന UDFനൊപ്പം നിൽക്കാനുള്ള താല്പര്യം കാണിക്കുന്നു. അതൊരു സൂചനയാണ്. ആ സൂചന എന്ന് പറയുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. പക്ഷെ നമ്മുടെ ചർച്ചയില് വ്യക്തി കേന്ദ്രീകൃതമായി മാറിയാല് അതിലത്തെ രാഷ്ട്രീയം ഇല്ലാതാകും. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. NSS നൽകുന്ന സന്ദേശം എന്താണ്? BJPയിലേക്കല്ല നമുക്ക് പോകേണ്ടത്, കോൺഗ്രസിന്റെ ഒപ്പമാണ്. SNDP നൽകുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസ് നമുക്ക് അന്യരല്ല. CPMന്റെ ചില പ്രാദേശിക ഘടകങ്ങൾ SNDPയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കണം. SNDPയിലത്തെ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു അറിയിപ്പാണ്, SNDPയിലെ ജനാധിപത്യ ശക്തികൾക്കുള്ള ഒരു അറിയിപ്പാണ്. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണണം. അല്ലാണ്ട് സതീശനെയും രമേശിനെയും കൂടെ രണ്ടാക്കി മാറ്റി നിർത്തിയ നേതാക്കൾ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നല്ലാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂരായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ 1 വർഷം മുമ്പ്. അതുപോലെ മാത്രം കണക്കാക്കിയാൽ മതി. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും സമന്മാരാണെന്ന കാര്യത്തിൽ ശരി. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഈ പിന്തുണ വരുന്നത് എന്നതും പ്രധാനമാണല്ലോ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ പരസ്യമായി തന്നെ ഒരു അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് തന്നോട് പാർട്ടി അനീതി ചെയ്തിട്ടുണ്ട് എന്ന്. താൻ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അതും ഒരു ശരിയാണല്ലോ. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം പ്രത്യേക ക്ഷണിതാവാകുകയാണ്. 19 വർഷം പിന്നാക്കം പോകുന്ന ഒരു അവസ്ഥ തനിക്കുണ്ടായി. താൻ അതിൽ അപമാനിതനായിരുന്നു. അതിൻ്റെ ഒരു ദുഃഖം താൻ ഒരു വാചകത്തിൽ പറഞ്ഞു എന്നതിനപ്പുറം പിന്നീട് പാർട്ടി നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അച്ചടക്കത്തോടെ പാർട്ടി എന്താണോ പറഞ്ഞത് ആ രൂപത്തിൽ പ്രവർത്തിച്ചു. അത് AICCയുടെ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം അത് നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ സീനിയോറിറ്റിയുള്ള ഒരു നേതാവ് താനാണ് എന്ന് AICCയെ കൂടി ഓർമ്മിപ്പിക്കാനാണോ ഇപ്പോഴത്തെ നീക്കങ്ങൾ, ഇപ്പോഴത്തെ സജീവമായ ഇടപെടലുകൾ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ വേഴ്സസ് ഓൾ, അല്ലെങ്കിൽ സതീശൻ ഒരു ഭാഗത്തും മറുവിഭാഗത്ത് ഒരു വലിയ ഒരു ചേരി സീനിയർ നേതാക്കൾ തരൂറും മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒന്നിച്ചു കൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം. കാരണം ഈ സതീശൻ വളരെ ശക്തനായാൽ അത് പാർട്ടിക്കുള്ളിൽ ഒരു ബാലൻസിൻ്റെ പ്രശ്നം സൃഷ്ടിക്കുമല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സതീശിൻ്റെ കൂടെ ഉണ്ട്, ഷാഫിയും രാഹുൽ മാങ്കൂട്ടലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ MLA-മാർ അത്ര ഉണ്ടാവില്ലെങ്കിലും ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സതീശൻ ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു, മാരാമൺ കൺവെൻഷൻ മുതൽ സമസ്തയുടെ നേതാക്കൾ വരെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നു, സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു. അങ്ങനെയുള്ള പിന്നെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങാത്ത നേതാവ് എന്ന രീതിയിലൊക്കെയുള്ള ആ പ്രതിച്ഛായ അത് സതീശൻ പക്ഷേ ഇപ്പോഴും ആ ഒരു അവിടെ നിന്ന് പാർട്ടിയിൽ മൊത്തം പിടിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ പാർട്ടിയിൽ KPCC പ്രസിഡന്റ് മാറിയാൽ റോജി എം ജോൺ വരണം എന്ന് സതീശൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? റോജി എം ജോൺ സതീശൻ്റെ നിയന്ത്രണത്തിലുള്ള ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള ഒരു മറുവശത്ത് ഒരു എന്താ പറയുക കൗണ്ടർ മൊബിലൈസേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന രീതിയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ കൂടി അതിനെ കാണേണ്ടേ? കാരണം VD സതീശൻ വന്ന ശേഷമാണ് യുവാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരുന്നു എന്നൊരു കാര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഷാഫി പറമ്പിൽ അത് ഒരു ഗ്രൂപ്പായി പരുവപ്പെട്ടു എന്ന ഒരു വിമർശനം അവിടെ നിൽക്കുന്നു. അപ്പോഴും യുവാക്കൾക്ക് ഇവിടെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ് യുവാക്കളിലേക്ക് എത്തുന്നേ ഇല്ലായിരുന്നല്ലോ. അതിനൊരു മാറ്റം വന്നില്ലേ? തീർച്ചയായും ഞാൻ ആ കാര്യം പൂർണ്ണമായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. കാരണം ഈ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ പടവലങ്ങ പോലെ ചുരുങ്ങുകയാണ് ചെയ്തത്. അത് ആരെങ്കിലുമൊക്കെ പറയണം. കാരണം 2005 രമേശ് ചെന്നിത്തല ഇവിടെ KPCC അധ്യക്ഷനായിട്ട് വരുമ്പോൾ അന്ന് കരുണാകരനൊക്കെ DIC ഉണ്ടാക്കി ഒക്കെ പുറത്തു പോകുന്ന കാലമാണെന്നൊക്കെയുള്ളത് ശരി. പക്ഷേ അദ്ദേഹം 5 വർഷം കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തുവെന്നാണ് പലരും പറയുന്നത്. ശരിയായിരിക്കാം. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 10-15 വർഷത്തിൽ ഈ പാർട്ടി വളരെ മോശം അവസ്ഥയിലെത്തിയിരുന്നു. അതിനുശേഷം സതീശനോട് കൂടിയാണ് വീണ്ടും കോൺഗ്രസിന് ജയിക്കാമെന്നൊരു പ്രതീതിയെങ്കിലും
കോൺഗ്രസ് ഇപ്പോൾ ഈ അടുത്താണ് സതീശൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് വീണ്ടും ഒന്ന് പച്ച പിടിച്ചു വരുന്നത്. അപ്പോൾ പച്ച പിടിച്ചു വരുമ്പോൾ പലർക്കും ഇതുപോലെയുള്ള താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ വീണ്ടും ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ട് കോൺഗ്രസ് ജയിച്ചാലല്ലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുള്ളൂ. ഇവർക്ക് മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആകാം. അതൊക്കെ ആകണമെങ്കിൽ കോൺഗ്രസ് ജയിക്കണം. അതിന് ഇവരെല്ലാവരും ഒന്നിച്ച് നിൽക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആത്യന്തികമായി ജയിക്കണമല്ലോ, ജയിച്ചിട്ടാണല്ലോ പിന്നെ താക്കോൽ സ്ഥാനമാണോ താക്കോൽ ഇല്ലാത്ത സ്ഥാനമാണോ എന്നൊക്കെ വിഷയം വരിക. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ AICCയുടെ പിന്തുണ ആർക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. KC വേണുഗോപാൽ തൻ്റെ നല്ലൊരു അനിയനാണ്, എനിക്ക് നല്ല ബന്ധമാണ് എന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. KC ഇപ്പോൾ ആർക്കൊപ്പം, ആർക്കാണ് പിന്തുണ നൽകുക എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പേരുകളിൽ KCയുടെ പേരും വന്നേക്കുമോ എന്നുള്ള ചർച്ചകളും അവിടെ ഒരു വശത്ത് നടക്കുന്നു. AICCയുമായി സോണിയാഗാന്ധിയുമായി പ്രത്യേകിച്ച് നല്ല ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് ഒരു വശത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും താൻ മാറ്റി നിർത്തപ്പെട്ടത് എന്നുകൂടി ചെന്നിത്തല പറയുന്നുണ്ട്. കാരണം മാറ്റി നിർത്തിയാലും പരാതി പറയാതെ AICC അംഗീകരിക്കാൻ, അല്ലെങ്കിൽ സോണിയാഗാന്ധി പറയുന്നതിനെ അംഗീകരിക്കുന്ന ഒരാൾ താനാണ് എന്നുകൊണ്ടാണ് പലപ്പോഴും താൻ തഴയപ്പെട്ടതെന്ന് കൂടി പറയുന്ന വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവായി അദ്ദേഹത്തെ എടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരുടെ കൂടെ എന്നൊരു ചോദ്യം, ഹൈക്കമാൻഡ് ആരുടെ കൂടെ എന്നൊരു ചോദ്യം വരുമ്പോൾ എന്താണ് അതിനൊരു ഉത്തരം? ഇത് വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. അതായത് ഇതിൽ ആത്യന്തികമായിട്ട് അതിന്റെ ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാക്ഷാൽ KC വേണുഗോപാലിന്റെ ഉള്ളിൽ മോഹം ഉണ്ടോ? അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല വളരെ ശക്തമായിട്ട് ഒരു എന്താ പറയുക NSSന്റെയും SNDPയുടെയും ഒക്കെ പിന്തുണ നേടിക്കൊണ്ട്, അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു എന്താ പറയുക ഇഷ്ട തോഴനായിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു. മറുവശത്ത് കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ക്രൈസ്തവ സമൂഹമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട്, നമ്മളൊന്ന് ഓർക്കണം, 2003 AK ആന്റണിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനർഹമായ അവസരങ്ങൾ അല്ലെങ്കിൽ പദവികൾ, നേട്ടങ്ങൾ കൈയടക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അന്നത്തെ ആ പ്രസംഗം സൃഷ്ടിച്ച ഒരു കോളുകളൊക്കെ നമ്മൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് മുതൽ ഒരു ചെറിയ സംശയം ഈ ന്യൂനപക്ഷ വിഭാഗത്തിലൊക്കെ ആ ബന്ധം വല്ലാതെ മോശമായതാണ്. അതിനുശേഷം അത് നേരെയാക്കി എടുക്കാനൊക്കെ കുറെ പാടുപെട്ടതാണ്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുമുന്നണി ജയിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ചാനൽ ചർച്ചകളിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞത് ശ്രീ പിണറായിയുടെയും കോടിയേരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ് ഇടതുപക്ഷം UDFന്റെ ആ സാധ്യതകൾ തല്ലിക്കെടുത്തിയത് എന്നായിരുന്നു നമ്മൾ കണ്ടെത്തിയത്. ശരിയായിരുന്നു ഒരു പരിധി വരെ. ഇപ്പൊ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, അതിന്റെ പേരിലാണ് അതിന് ശശി തരൂരിനാണ് ഏറ്റവും ഫലപ്രദമായി കഴിയുക എന്നൊരു ചിന്ത ആ ഒരു ഘട്ടത്തിലുണ്ടായി. അതുകൊണ്ടാണ് ശശി തരൂരാണ് കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചത്. പക്ഷെ അത് ഇപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ അതിന് കുറച്ചുകൂടി സാധ്യത കൂടുതലുള്ള അത്തരം ഒരു ശ്രമം നടത്തുന്നതും ജയസാധ്യതയുള്ള ഒരു മുന്നണിയായിട്ട് UDFനെ പരിണമിപ്പിക്കാൻ കഴിഞ്ഞതും VD സതീശൻ സുധാകരൻ കോമ്പിനേഷൻ ആണ് എന്നൊരു തിരിച്ചറിവ്. അതിപ്പോ ചിലര് യോജിച്ചെന്ന് വരില്ല. പക്ഷെ ഒരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു ഫൈറ്റിംഗ് ടീമാണ്. കേരളത്തിലെ ചെറുപ്പക്കാര് ഈ പറഞ്ഞ പഴയ രീതിയിലൊന്നും അല്ല കാര്യങ്ങളെ കാണുന്നത്. അവരുടെ മനസ്സിലുള്ളത് കോൺഗ്രസ് ഇങ്ങനെ പഴയ രീതിയിൽ ഈ സമുദായ നേതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അങ്ങനെയല്ല. അതായത് യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, അവരാഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന, അവരാഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തെ പരിണമിപ്പിക്കാവുന്ന ആ ഒരു എന്താ പറയാ അത്തരം പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അത്തരം പദ്ധതികൾ അങ്ങനെ ഒരു നേതാവിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി ഒരു വർഷമുണ്ട് കോൺഗ്രസിൽ, ഇനി എന്തൊക്കെ ഉണ്ടാകാനിരിക്കുന്നു, എന്തൊക്കെ കാണാനിരിക്കുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോർജ് പൊടിപാറ, N ശ്രീകുമാർ, ആനന്ദ് കൊച്ചുകൂടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.